ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാമ്പത്യ ജീവിതത്തിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇത് ദാമ്പത്യ ജീവിതം എന്നുള്ളതല്ല, ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകളാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കേൾക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഇതിൽ ഉൾപ്പെടുത്തുന്നത് ദാമ്പത്യ ജീവിതത്തിലുള്ള ആളുകൾക്കാണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ദാമ്പത്യ ജീവിതത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് എന്നുള്ളത്. ഇതിൽ ഒന്നാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയവിനിമയ കുറവ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നന്നായി സംസാരിക്കുന്ന, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾക്കിടയിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അവർ പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ പാർട്ട്ണറെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ആളെങ്ങനെയാണ്, ആളുടെ സ്വഭാവം എന്താണ്, ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നേരെ മറിച്ച് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ യാതൊരു രീതിയിലുള്ള, അതായത് പരസ്പരം അവർക്ക് അറിയില്ല, അവരുടെ പാർട്ട്ണറുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയില്ല, അവർ ഓരോ സമയത്തും എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടാവുക, ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളതാണ്. പരസ്പരം അവരുടെ മനസ്സും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നന്നായി സംസാരിക്കുന്ന ആളുകൾക്കിടയിലാണ് കുറച്ചുകൂടി റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാറുള്ളത്. ആശയവിനിമയം നടത്താതിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും മോശമായ രീതിയിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയൊരു കാരണമായിട്ട് അത് മാറിയേക്കാം. അതേപോലെ തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ അവരോട് പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം, ചോദിക്കാനുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളത് ചോദിക്കുന്നില്ല, അതെങ്ങനെ ഉള്ളിലിങ്ങനെ വെക്കുകയാണ്. ഒന്ന്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതായിരിക്കാം. അതേസമയം ഇനിയിപ്പോൾ ഇത് ചോദിച്ചിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ, കാര്യമില്ല, ഞാനത് വിട്ട് കളയാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ ചോദിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുന്നത് വലിയ രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് പിന്നെ ഓരോ നിമിഷം കഴിയും തോറും നിങ്ങളങ്ങനെ കുറേ ചിന്തിച്ച് തുടങ്ങും, നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും എന്നുള്ളതാണ്. അപ്പം അത് പോകെ പോകെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് പരസ്പരം നന്നായി സംസാരിക്കുകയും ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായി അവരോട് ഷെയർ ചെയ്യും, ചോദിക്കും ഒക്കെ ചെയ്യാം. കൃത്യമായ സമയത്ത് ചോദിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ പലതും അവിടെ വെച്ച് സോൾവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആശയവിനിമയം, അതിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഉള്ള ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻറ്റ് കുറവ്. അത് പല കപ്പിൾസിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അവർ തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ്, ഒരു വീട്ടിൽ തന്നെയാണുള്ളത്. പക്ഷേ തമ്മിലൊരു അടുപ്പം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, ആശയവിനിമയ കുറവ്, ആ ഒരു കാര്യം ഇതിന് കാരണമായിട്ട് മാറാം. ഒരുമിച്ചുണ്ട് എന്നുള്ളത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു വീട്ടില് രണ്ടുപേര് താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് പരസ്പരം അവർ വളരെയധികം മനസ്സിലാക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നൊരർത്ഥം വരുന്നില്ല. രണ്ട് അപരിചിതർക്കും ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റും. അപ്പം അങ്ങനെയായിട്ട് മാറുകയാണ് ചെയ്യണത്. അങ്ങനെയല്ല വേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രാരാബ്ധങ്ങൾ ഉണ്ടായിരിക്കാം, കുട്ടികളുണ്ടായിരിക്കാം, ഫാമിലി, ഈ കാര്യങ്ങളൊക്കെ നോക്കണം, ഉത്തരവാദിത്തങ്ങൾ കൂടിയതുകൊണ്ട് ഒന്നിനും സമയമില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ നോക്കാനുള്ള സമയമില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്നില്ല, അവർക്ക് വേണ്ടത് നേരെ ചൊവ്വേ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ വരണുണ്ടാവാം. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിലെന്താണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ അകലുന്നു എന്നുള്ളതാണ്. ആ ഒരു ഫാമിലി ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെൻ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ബന്ധം മുന്നോട്ട് പോവില്ല നല്ല രീതിയിൽ. സോ മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഇല്ലാതെയാകുന്ന മാനസിക അടുപ്പമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പല കുടുംബത്തിലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആളുകൾക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കോ കൂടുതൽ ഒരു സ്ട്രെസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. പക്ഷെ കയ്യിൽ ക്യാഷ് ഇല്ല, ഫിനാൻഷ്യലി കുറച്ച് പുറകോട്ടാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ക്യാഷ് ഇല്ലായിരിക്കാം. അപ്പോൾ ഫ്യൂച്ചർ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സേവിങ്സ് അവിടെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു സേവ് ചെയ്യാനുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല. അതേപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചിലവാക്കാനുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ, അതായത് കയ്യിൽ ക്യാഷ് ഇല്ലാണ്ട് വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഓവർ ടെൻഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അതൊക്കെ ഉണ്ടാകുമ്പോഴും
അത് ഫാമിലിയെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെ ബാധിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് ഞാൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മെന്റലി ഭയങ്കര പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഫാമിലി ആയാലും ഒരാളുടെ ലൈഫായാലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്ന് കരുതി ക്യാഷ് എന്തായാലും വേണം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധം പിടിക്കുന്നതല്ല. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫാമിലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അങ്ങനെ ഇല്ലാതാകുമ്പോൾ വീട്ടിൽ വഴക്കുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ആ വീട്ടിലെ ഗൃഹനാഥനായിരിക്കും കാര്യങ്ങൾ നോക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പം അങ്ങനെയാകുമ്പോൾ വീട്ടിലിപ്പോൾ ഭാര്യ ഓരോ കാര്യങ്ങൾ, ആ സാധനം വേണം, ഈ സാധനം വേണം, മക്കൾക്ക് ഫീസ് അടയ്ക്കാനുണ്ട്, കറണ്ട് ബില്ലുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ വരുന്ന സമയത്ത് ആളുടെ കയ്യിൽ ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരും. ഓരോ ദിവസം നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, എമൗണ്ട് കിട്ടുന്നുണ്ട്, പക്ഷേ ക്യാഷ് കാണുന്നില്ല. ചിലവായി കഴിയുമ്പോഴത്തേക്കും കയ്യിൽ എമൗണ്ട് ഇല്ല. അങ്ങനെയാകുമ്പോൾ പ്രശ്നങ്ങൾ വരികയാണ് ചെയ്യുക. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഫിനാൻഷ്യലി നമ്മളൊന്ന് ബാക്കിലേക്ക് വരുന്ന സമയത്ത് അത് കുടുംബത്തെ വല്ലാതെ ബാധിക്കും എന്നുള്ളതാണ്. അത് മറ്റൊരു വെല്ലുവിളിയാണ്. എല്ലാ കുടുംബത്തിലും എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒട്ടുമിക്ക കുടുംബത്തിലും ഇന്നും അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബക്കാരുടെ ഇടപെടലാണ്. ഇത് മിക്ക കുടുംബത്തിലും നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആകുമ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പറഞ്ഞ് ഒക്കെയാണ് മാരേജ് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ കുടുംബം അതിൽ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് കുടുംബക്കാരുടെ ഇടപെടൽ ആ ഒരു ഫാമിലിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഏത് കാര്യം വരുമ്പോഴും ആ കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടുക, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വെല്ലുവിളിയായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കുടുംബക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം വേണ്ടേ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ അനുസരിച്ചില്ലെങ്കിൽ അവിടെ വേറെ പ്രശ്നം വരും. അത് അവരോട് ചോദിച്ചില്ലെങ്കിൽ, ഇപ്പം നമ്മൾ എന്തെങ്കിലും പുതിയൊരു തീരുമാനം എടുക്കാൻ പോകാമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർക്കും അത് ഓക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഫാമിലിയോട് പറയാതെ ആ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് മാറും. പറഞ്ഞില്ല എന്ന് പറയും. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിന് യോജിക്കണമെന്നേ ഇല്ല. ചിലപ്പോൾ അതിന് സമ്മതിക്കില്ല, വേണ്ട ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് മിക്ക കുടുംബത്തിലും നമ്മൾ കാണാറുണ്ട്. ഫാമിലിയുടെ ഇടപെടൽ മിക്ക ഫാമിലിയിലുണ്ട് എന്നുള്ളതാണ്. മിക്ക ആളുകളുടെ ലൈഫിലും അത് സംഭവിക്കാറുണ്ട്. ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അത് ഓക്കെയാണ്, അത് നമ്മളെ ചിലപ്പോൾ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിരിക്കാം. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അത് ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് അവരെ മാറ്റി നിർത്താനും പറ്റില്ല. കാരണം അവർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. മീൻസ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും നമുക്ക് പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അത് മാറ്റാനും പറ്റില്ല. പക്ഷേ പല സിറ്റുവേഷനിലും അത് അവരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു വെല്ലുവിളിയായിട്ട് മാറാറുണ്ട്. അത് മാരേജ് ലൈഫിൽ പലപ്പോഴും കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഇടപെടൽ പലപ്പോഴും ഒരു നെഗറ്റീവായിട്ടും വരാറുണ്ട് എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ റൊമാൻസ് ആണ്. ഇത് ഈ ഒരു ദാമ്പത്യ ജീവിതത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൊമാൻസ് എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞ് സ്റ്റാർട്ടിങ് ടൈമിൽ ഭയങ്കര എക്സ്ട്രീം ലെവലിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുകൾ ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും റൊമാൻസ് എന്താന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് ആവാറുണ്ട്. അത് അവർ രണ്ടുപേരുടെയും തന്നെ കുഴപ്പമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ പ്രണയിക്കുന്ന ആളുകൾ എങ്ങനെയാണോ അതിനേക്കാൾ വലിയ രീതിയിൽ നിങ്ങൾ പരസ്പരം പ്രണയിച്ചേ പറ്റുള്ളൂ, നിങ്ങൾ റൊമാൻറ്റിക് ആയേ പറ്റുള്ളൂ, എന്നാലേ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്ര വയസ്സായില്ലേ, അല്ലെങ്കിൽ കുട്ടികൾ ഇത്ര വലുതായില്ലേ, അപ്പോൾ പിന്നെ ഇനി റൊമാൻസ് ഒന്നും പറ്റില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. എന്തിനാ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്? നിങ്ങൾ ലൈസൻസ് കിട്ടിയുള്ള ആളുകളാണ്. അതായത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തോ നിങ്ങളുടെ വൈഫിൻ്റെ അടുത്തോ ആണ് റൊമാൻറ്റിക് ആവേണ്ടത്, അല്ലാതെ നമ്മൾ മറ്റാരോടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ റൊമാൻസിന് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. റൊമാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്യണമെന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചേർന്നിരിക്കണം എന്നുണ്ടാവും. അപ്പം നിങ്ങൾ ചിന്തിക്കുകയാണല്ല, മക്കളുടെ അടുത്തിരിക്കുന്നുണ്ട്, അപ്പം പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഇരുന്നാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഹഗ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഇല്ലല്ല ഇപ്പോൾ ഹഗ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിന് താല്പര്യമില്ല, ഇത്ര പ്രായമായില്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ പാർട്ട്ണറുടെ ആഗ്രഹമാണത്. അവർക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരാളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ വരികയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയോ ഒരു ചെയ്യില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം റൊമാൻസ് ആണ്. അപ്പം അത് നഷ്ടപ്പെടുത്തരുത്. സ്പാർക്ക് എപ്പോഴും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കണം. ഇത് വലിയൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, വലിയൊരു വെല്ലുവിളിയാണ് ഒരു ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിൽ വെക്കാം. അപ്പം ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ സമയമില്ലായ്മ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്.
അപ്പോൾ ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവരെ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അന്വേഷിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുറേയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ തീരും എന്നുള്ളതാണ്. അത് നിങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം വളരെ നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ചെറിയ പ്രശ്നമായിരിക്കാം, പക്ഷെ നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, സൊല്യൂഷൻ വേണം എന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്